നോമ്പ് ചിന്ത 17-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. ഞാനിനി എത്ര കാലം നിങ്ങളോടൊപ്പം. ഈശോയുടെ രൂപാന്തരീകരണം നടക്കുന്ന താബോറിൻ്റെ പശ്ചാത്തലത്തിൽ താമസമിന സംഭവിക്കാനിരിക്കുന്ന തൻ്റെ മരണത്തെക്കുറിച്ചുള്ള അവിടുത്തെ വാക്കുകൾ ധ്യാനിക്കേണ്ടതാണ്. മരണം മൂലം ദേഹവിയോഗം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന വ്യഗ്രതയെ കുറിക്കുന്നു ആ വാക്കുകൾ. താബോറിൻ്റെ രൂപാന്തരീകരണത്തിനു ശേഷം ഈശോ താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ പഠിച്ചതും പരിശീലിച്ചതുമൊന്നും പ്രായോഗികമാക്കാനാവാതെ നിസ്സഹായരായ ശിഷ്യന്മാരാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകേണ്ടവർ താഴ്വാരത്തിൽ തന്നെ തങ്ങിപ്പോയത് അവിടുത്തെ ആകുലപ്പെടുത്തി. പിശാച് ബാധിതനായ ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരെ കണ്ട് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്: ഞാനിനി എത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകും? ഈ ചോദ്യം ഓരോ മനുഷ്യനും ഈ നോമ്പുകാലത്ത് സ്വയം ചോദിക്കേണ്ടതുണ്ട്. താബോറിൽ നിന്ന് ഈശോയ്ക്ക് കിട്ടിയ ഒരു സന്ദേശം തൻ്റെ മനുഷ്യാവതാര കാലഘട്ടം ഏറെക്കുറെ തീരുകയാണെന്നുള്ളത് ആയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ ചോദ്യം: ഞാനിനി എത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകും? നിങ്ങൾ ഇനിയും ഒരിടത്തും എത്തിയില്ലല്ലോ, ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ പരാജയപ്പെട്ടല്ലോ, നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നതുവരെ മനുഷ്യപ്രകൃതിയിൽ തനിക്ക് തുടരാൻ സമയം ഇല്ലല്ലോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എല്ലാത്തിനും ഒരു കാലമെന്ന സഭാപ്രസംഗിയും ഓരോന്നിനും ഓരോ കാലം അവിടുന്ന് കൽപ്പിച്ചു നൽകുന്നുവെന്ന നടപടി പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ആധ്യാത്മിക പരിചരണത്തിനും പരിശീലനത്തിനും ഒരു കാലം ഉണ്ടെന്നത് സ്വാഭാവികമായും മനസ്സിലാക്കാം. നോമ്പുകാലം അതിൻ്റെ കാലമാണ്. ഇതുവരെ നോമ്പിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് വരാത്തവർ ഉണ്ടാകാം. നോമ്പ് പകുതിയോളമാകാൻ പോകുന്ന ഘട്ടത്തിലും നോമ്പിൻ്റെ ചൈതന്യത്തിനൊത്ത് ആത്മാവിനെ പരിചരിക്കാത്തവർ ഉണ്ടാകാം. ഇവിടെ ഈശോയുടെ ചോദ്യം പ്രസക്തമാണ്: ഞാനിനി എത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകും? അല്ലെങ്കിൽ അടുത്ത നോമ്പുകാലത്ത് നമ്മൾ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ലല്ലോ. ദൈവം തന്ന അവസരമാണിത്. 3 പേരെ ഒപ്പം കൂട്ടി താബോർ മലയിലേക്ക് പോകുമ്പോൾ 9 പേരെ താഴെ നിർത്തിയതും അവർക്കിടയിലേക്ക് ഒരു അപസ്മാര രോഗിയെ എത്തിച്ചതും ഒരുപക്ഷെ അവിടുത്തെ പഠിപ്പിക്കലിൻ്റെ ഭാഗമാകാം. അവരോടാണ് ഈശോ നേരത്തെ പറഞ്ഞത് ലൂക്ക 10:19 ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന്. പക്ഷേ ഈ വിശ്വാസ അധികാരം പ്രയോഗിക്കാൻ മിനിമം ആന്തരിക ബോധ്യം വേണം. അതിനടിസ്ഥാനമുള്ള ഒരു വിശ്വാസവും വേണം. അനുഗ്രഹത്തിൽ നിന്ന് ആത്മീയ അഭിഷേകത്തിലേക്കും അഭിഷേകത്തിൽ നിന്ന് ആത്മീയ അധികാരത്തിലേക്കും പഠിപ്പിച്ചുയർത്തുകയായിരുന്നു ഈശോയുടെ പഠനക്രമത്തിൻ്റെ ലക്ഷ്യം. എത്ര കാലം ഈശോയ്ക്ക് നമ്മെ പരിശീലിപ്പിക്കാൻ കഴിയും? നമ്മുടെ പരിശീലനത്തിൻ്റെ കാലം എണ്ണപ്പെട്ടിരിക്കുന്നു. നോമ്പുകാലം ഉത്തരവാദിത്തപ്പെട്ട ഒരു കാലമാണെന്നുള്ള സൂചനയാണ് വചനം നൽകുന്നത്. അതുകൊണ്ട് ദൈവം നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുപേക്ഷണീയമായി നമ്മൾ തന്നെ മുൻകൈയെടുത്ത് നിലവാരമുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഉയരാൻ പരിശ്രമിക്കണം.